രോഹിണി, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമുക്ക് ഈ ദിവസം ഏറ്റവും കൂടുതൽ ഇഴകീറി പരിശോധിക്കാനുള്ളത്. അങ്ങനെ കേരളം തദ്ദേശ പോരിലേക്ക്. കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടമായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുമുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 2,84,30,761 വോട്ടർമാരാണ് ഇത്തവണ വോട്ടവകാശം വിനിയോഗിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത്. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടവും സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെ വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള ഏതാണ്ട് 14 ജില്ലകളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെക്കാട്ടിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ബ്ലോക്കുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളുണ്ട്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അങ്ങനെ വളരെ വിശാലമായൊരു തെരഞ്ഞെടുപ്പ് എക്സസൈസിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുകയാണ്. അതിനാൽ ഞങ്ങളുടെ പ്രതിനിധികൾ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം രോഹിണി, എങ്ങോട്ടാകണം? നമുക്ക് തലസ്ഥാനം വിനീഷിലേക്ക് തന്നെ തുടങ്ങാം. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിശകലനം നടത്തുവാനായി ബിനീഷ് ചേരുകയാണ്. മാരാർജി ഭവനിൽ നിന്നാണ് ബിനീഷ് ചേരുന്നത്. ബിനീഷ്, ഈ വാർത്താ സമ്മേളനത്തിൽ 2 ഘട്ടമായി നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കുന്നു. ആദ്യം തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ, തിരുവനന്തപുരം ടു എറണാകുളം ഡിസംബർ മാസം 9-ാം തീയതി, അതിനുശേഷം 11-ന് അങ്ങ് തൃശൂർ മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ രത്നച്ചുരുക്കം, ഒപ്പം നമ്മുടെ സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം ഒന്ന് വേഗത്തിൽ വിശദീകരിക്കൂ ബിനീഷ്. തീർച്ചയായിട്ടും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. അതിൽ ഡിസംബർ 9 മുതൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം ഡിസംബർ 11-ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ തിരഞ്ഞെടുപ്പ് നടക്കും. 13-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. സൂക്ഷ്മ പരിശോധന നവംബർ 22-ന്, പത്രിക പിൻവലിക്കാൻ നവംബർ 24-നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 തവണയായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കച്ചമുറുക്കി ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP, കോൺഗ്രസ്, CPM അടക്കമുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചില സ്ഥലങ്ങളിലൊക്കെ നടത്തി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ നിലവിൽ ആദ്യഘട്ടത്തിൽ കളം പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്: സുസ്ഥിരമായ വികസനമാണ് സംസ്ഥാനത്തിന് ആവശ്യം. അത് BJP ഇത്തവണ നടപ്പിലാക്കും. BJPയോടാണ് ജനങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇടതു വലതു മുന്നണികളിൽ പൊറുതിമുട്ടിയ സാഹചര്യമാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത്, വികസിതമായ ഒരു കേരളം അത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ പ്രാദേശിക തലങ്ങളിൽ, നഗരസഭകളിൽ, പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ എല്ലാ പ്രദേശത്തിലും BJPയുടെ പ്രാതിനിധ്യം ശക്തമാകണം. BJP പ്രവർത്തകർ, നേതാക്കൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ടുള്ളവർ ജയിച്ചു വരണമെന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതിൽ അദ്ദേഹം എടുത്ത് പ്രധാനമായി പറയുന്നത് പ്രാദേശിക തലത്തിലെ വികസനത്തിന് BJP ഊന്നൽ നൽകും. പ്രത്യേകിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് വഴിവിളക്കുകളാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, റോഡുകളാകട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വികസന കുതിപ്പായിരിക്കും BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ നടപ്പിലാക്കുക. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ BJPയുടെ കേന്ദ്ര പദ്ധതികൾ കൂടുതലായി സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ BJP പ്രതിനിധികൾ ഉണ്ടായാൽ അതിന് സാധിക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഘവ
ആരംഭത്തോടുകൂടി ഇപ്പോൾ BJPയുടെ കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാനത്ത് ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ BJP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ ശക്തിയാകുമ്പോൾ അതിൻ്റെ നേട്ടം സാധാരണക്കാരായ ജനങ്ങൾക്ക് കേന്ദ്ര പദ്ധതികൾ ഡയറക്റ്റ് നേരിട്ടെത്തിക്കാൻ BJP നേതാക്കൾക്ക് അല്ലെങ്കിൽ BJP ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് സാധിക്കുമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം അഴിമതി മുക്തമായ ഒരു ഭരണം അത് സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്ന ഒരു കൃത്യമായ വിവരണം അദ്ദേഹം നൽകുകയുണ്ടായി. കാരണം സംസ്ഥാനത്ത് പ്രാദേശിക തലം മുതൽ തദ്ദേശ തലം മുതൽ തന്നെ പ്രത്യേകിച്ച് പഞ്ചായത്ത് തലം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, നഗരസഭകൾ ഇവിടെയൊക്കെ തന്നെ എവിടെയും നോക്കിയാൽ അഴിമതിയുടെ കൂത്തരങ്ങായി സംസ്ഥാനം മാറിയിരിക്കുന്നു. ആ അഴിമതി മുക്തമായ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ BJP സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ ജയിച്ചു വരുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സേവന രംഗത്താണ് BJP നേതാക്കൾ ഉള്ളത് എന്ന നിലപാടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വാക്കുകൾ. ഇനി വരും മണിക്കൂറുകളിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ പ്രതികരണങ്ങൾ ലഭിക്കും, CPMന്റെ പ്രതിനിധികളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടായ ഘട്ടത്തിൽ എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ BJP വലിയ തോതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു നഗരസഭയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മാരാജി ഭവൻ ഉൾപ്പെടെ ഉള്ള തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ BJPക്ക് ലഭ്യമായ സീറ്റുകൾ 35ആണ്. 100 സീറ്റുകളായിരുന്നു, 100 ഡിവിഷനുകളായിരുന്നു അല്ലെങ്കിൽ 100 വാർഡുകളായിരുന്നു തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലുള്ളത്. അതിൽ ഇത്തവണ അത് മാറി 101 വാർഡായി, ഡീലിമിറ്റേഷൻ വന്നപ്പോൾ 101 വാർഡുകളായി മാറിയിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ BJPയുടെ സീറ്റ് നിലകൾ, CPMന്റെ സീറ്റ് നിലകൾ പരിശോധിക്കുമ്പോൾ വിജയിച്ചു വന്ന BJPയുടെ കൗൺസിലർമാർ എന്ന് പറയുന്നത് 35 പേരാണ് കഴിഞ്ഞ തവണ നഗരസഭയിൽ BJP കൗൺസിലർമാരായി വിജയിച്ചു വന്നത്. കോൺഗ്രസിനെ നോക്കുമ്പോൾ കോൺഗ്രസിൽ 10 പേർക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരസഭയിൽ ജയിച്ചു വരാൻ സാധിച്ചത്. 52 പേർ CPM കൗൺസിലർമാർ കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരസഭയിൽ ജയിച്ചു വന്നു. എന്നിട്ടും വികസനം എങ്ങും എത്തിയിട്ടില്ല എന്നതായിരുന്നു BJP പ്രധാനമായും മുഖ്യ പ്രതിപക്ഷമായി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ. പ്രത്യേകിച്ച് അഴിമതി, പല പദ്ധതികളും കൊട്ടിഘോഷിച്ച് മേയർ നടത്തുന്ന സമയത്ത് പോലും അഴിമതിയുടെ കൂത്തരങ്ങായി തിരുവനന്തപുരം നഗരസഭ. ദയവായി തുടരൂ. നമുക്ക് അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ നിന്നും നമുക്ക് കേരളത്തിന്റെ ഓരോ ഭാഗത്തേക്കും പോകേണ്ടതുണ്ട് അല്ലേ രോഹിണി? എല്ലാവരും റെഡിയാണ്. എന്തായാലും നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം നടന്നിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിച്ചേർത്തത്? രോഹിണി, ഗൗതം, കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഷാജഹാൻ മാധ്യമങ്ങളെ കണ്ടത്. 2 ഘട്ടങ്ങളിലായി, അതായത് കൊറോണ കാലമായതുകൊണ്ട് തന്നെ മുൻവർഷം 3 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ഇത്തവണ 2 ഘട്ടങ്ങളായി ഒതുങ്ങുകയാണ്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഡിസംബർ 9 തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. തൊട്ടു പിന്നാലെ തന്നെ ഡിസംബർ 11 തീയതി തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റ് 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് തീയതി എന്നാകും, ഒറ്റഘട്ടമായിരിക്കുമോ 2 ഘട്ടമായിരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് ആ സസ്പെൻസ് പൊളിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അതിന്റെ മുഴുവൻ കാര്യപരിപാടികളും ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുകയാണ്. 14 തീയതി മുതൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള, അതായത് നവംബർ 14 മുതൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്കും ഒപ്പം തന്നെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള അവസരം നൽകുകയാണ്. ഒപ്പം തന്നെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് നവംബർ 22-നാണ്. നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. 21-ന് ശേഷം 22-ാം തീയതി സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സൂക്ഷ്മ പത്രിക പരിശോധന നടക്കുന്നതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിൽ ആരൊക്കെയാണ് എന്നുള്ളത് ഔദ്യോഗികമായി ആ ചിത്രം തെളിയുകയും ചെയ്യും. പത്രിക പിൻവലിക്കാനുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത് നവംബർ 24-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഡിസംബർ 9-ാം തീയതി ആദ്യഘട്ടവും ഡിസംബർ 11-ാം തീയതി 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ ഡിസംബർ 13-ാം തീയതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്നത്. 244 കേന്ദ്രങ്ങളിലായി പോളിംഗ് നടന്നിട്ടുള്ള മെഷീനുകൾ എണ്ണും. ആരൊക്കെയായിരിക്കും ഈ നാടിനി ഭരിക്കാൻ പോകുന്നത്, ഓരോ തദ്ദേശ വാർഡുകളും ആരൊക്കെ ഭരിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വരുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. ശരി ശാലിനി, എന്തായാലും നമുക്ക് കൂടുതൽ വിശകലനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള.